അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വാട്ട ഈറ്റിനിടെ ഡ്യൂറിങ് പ്രഗ്നൻസിയാണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കോഫിയാണ് ഇന്ന് കുടിക്കുന്നത്. കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ടൈമിൽ അധികം കോഫി കുടിക്കുന്നത് നല്ലതല്ലെന്ന് അറിയാം. പക്ഷേ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കോഫി കുടിക്കും കേട്ടോ. മിക്ക ദിവസവും വൈകിട്ടാണ് കുടിക്കാറ്. സാധാരണ ഞാൻ രാവിലെ ഒന്നെങ്കിൽ ബദാം സോക്ക് ചെയ്തത്, നട്ട്സ്, അല്ലെങ്കിൽ ചായയുടെ കൂടെ ബ്രെഡോ അല്ലെങ്കിൽ റസ്കോ ആണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് ബ്രെഡും ഉണ്ടായിരുന്നില്ല, റസ്കും ഇല്ലായിരുന്നു. ബദാം ഒട്ട് ഞാൻ വെള്ളത്തിൽ ഇടാനും മറന്നുപോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കോഫി കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി വേണം അതിനുള്ള പണികളൊക്കെ തുടങ്ങാൻ. ഞാനിങ്ങനെ ഓരോ പണിയും ചെയ്യുന്നതിനിടയിൽ തന്നെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. കുപ്പിയിലെടുത്ത് വെച്ച് പകൽ ഞാനങ്ങനെ വെള്ളം കുടിക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയുമാണ്. ദോശയും അപ്പമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കിക്കിക്ക് വേറെ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പവും കടലയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ കൂടെയും കുറച്ചൊക്കെ കഴിക്കും. ഒരു 11:30 ആയപ്പോഴത്തേനും കുറച്ച് തണിമത്തം കഴിച്ചു. സാധാരണ ഈ ടൈമിൽ ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ചോറും രസവും പയറുതോരനും മീൻ വറുത്തതും പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് ഒരു മെഴുക്കുവരട്ടിയും കൂടെ ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചു. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിക്കി കുറച്ച് നേരം കിടന്നുറങ്ങും കേട്ടോ. ആ സമയം ഞാനും കുറച്ച് നേരം കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലത്തെ അലക്കും അങ്ങനെ കുറച്ച് പണിയെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ കിക്കിയും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ മുട്ട പുഴുങ്ങിയതാട്ടോ കഴിച്ചത്. എന്നും അങ്ങനെ കഴിക്കാറില്ല. അധികം മുട്ട പിള്ളേർക്കും കൊടുക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് എന്നും കഴിക്കാറില്ല കേട്ടോ. വൈകിട്ടത്തെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേന് ഏത്തപ്പഴം നെയ്യിൽ മുരിച്ചെടുത്തതും നട്ട്സും കഴിച്ചു കേട്ടോ. രാവിലെ നട്ട്സ് കഴിക്കാത്തതുകൊണ്ടാണ് വൈകിട്ടത്തേക്ക് ഞാൻ ഇന്ന് കഴിച്ചത് കേട്ടോ. ഞാൻ എന്ത് കഴിച്ചാലും എൻ്റെ കൂടെ കുറച്ചൊക്കെ അവൾ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുറുക്ക് കഴിച്ചു. അത് കഴിഞ്ഞൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഡിന്നർ കഴിച്ചു. ഉച്ചക്കത്തെ കറികൾ തന്നെയായിരുന്നു കേട്ടോ ഡിന്നറിന്. രാവിലത്തെ കടലക്കറിയാണ് ഞാൻ രസത്തിന് പകരം കഴിച്ചത്. എനിക്ക് രസം അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് കടലക്കറി കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. പിന്നെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് പാലും കുടിച്ചു. ഇത് ഞാൻ മാക്സിമം എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ 6th മന്തിലെ വാട്ട ഈറ്റിനിടെ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ. ഇത്രയും നേരം എനിക്ക് കഴിക്കാൻ പറ്റാറില്ല ചില ദിവസങ്ങളിൽ. ഇന്നിപ്പോൾ കിക്ക് വഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. എന്നാലും ഞാൻ 4 നേരം എന്തായാലും ഫുഡ് സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും അത്യാവശ്യം നന്നായിട്ട് കുടിക്കാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നതുകൊണ്ട് ഡിന്നറിന് ഞാൻ ചപ്പാത്തി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കഴിഞ്ഞ മന്ത് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേനും വെയിറ്റ് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ചോറാക്കി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.